ആവിയിൽ വേവിച്ചെടുക്കുന്ന സ്നാക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന്. അതിന് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റി സവാളയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിലേക്ക് മഞ്ഞൾപ്പൊടിയും പെരുംജീരകത്തിന്റെ പൊടിയും ചേർത്ത് വീണ്ടും വഴറ്റി കൊടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് വഴറ്റിയെടുത്താൽ മസാല റെഡിയായി. ഇനി മിക്സി ജാറിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് തേങ്ങയും ഒരു 4-5 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ പെരുംജീരകവും പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും 1 കപ്പ് വെള്ളവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത്. എന്നിട്ടൊരു സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തും തിന്നായിട്ടുള്ള ഒരു ലെയറായിട്ട് കിട്ടാൻ ഉള്ളത് മതി. കുക്കായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ തിന്നായിട്ടുള്ള ഒരു ലെയറിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുക്കായി കഴിഞ്ഞാൽ ലെയറിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഫില്ലാവുന്നത് വരെ ചെയ്ത് കുക്കായി വന്നതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.